എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളി റോസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു ഉള്ളി റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. 5 പേർക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു 4 സവാള നൈസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്ത സവാള ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം. സവാള എളുപ്പത്തിൽ ഒന്ന് വാടി കിട്ടാനായിട്ടും റോസ്റ്റിന് നല്ല രുചി കൂട്ടാനും നമുക്ക് ഈ സവാള തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സവാള വഴറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് 100 ഗ്രാം കൊച്ചുള്ളി കൂടി ചേർത്തിട്ട് വേണം വീണ്ടും വഴറ്റാനായിട്ടും. വഴറ്റുന്ന സവാളയിലേക്ക് എരിവിനാവശ്യമായ 4 പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി സവാളയുടെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അല്പം പൊടികൾ കൂടെ ചേർക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവില് കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1/4 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും വഴറ്റാം. മുളക് പൊടിയും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി കൂട്ടി ഇളക്കി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്ന പാകമായാൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സവാള ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് സവാള വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും ചേർത്ത് ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ മുട്ടയില്ല മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവരും വീഡിയോകൾ തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.